അപ്പം ഇന്ന് ഞങ്ങൾ ഏതാണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട് വെട്ടിക്കാവല. അപ്പോഴത്തേനും ഏതാണ്ട് നമ്മൾ അമ്പലത്തിൽ താഴെയാണെങ്കിൽ കീഴൂട്ടമ്പലവും മേലെ മേലൂട്ടമ്പലവും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം താഴെ പ്രാർത്ഥിച്ചിട്ട് മേലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഏതാണ്ട് അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ തന്നെ കാശിയാണെങ്കിൽ കുളത്തിലിറങ്ങാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു. അവിടെ നിറച്ച് മീനൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് അമ്പലത്തിനകത്ത് ഫോണ് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പ്രസാദവും എല്ലാം തൊട്ട്. കാശിക്കാണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം വാങ്ങിക്കുക, അതുപോലെ തന്നെ പ്രസാദം തൊടുക, പിന്നെ തീർത്ഥം വാങ്ങിക്കുക. ഇതൊക്കെയാണ് കാശിയുടെ മെയിനായിട്ടുള്ള കാര്യം. അതിലും വലിയ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാശി നമ്മൾ എടുക്കാനോ അതുപോലെ തന്നെ അവനെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. അവൻ ഓട്ടമാണ്. അപ്പം നമ്മളിവിടുന്ന് ഭസ്മമൊക്കെ വാങ്ങിച്ച് പോകാൻ വേണ്ടി വെക്കണം. അപ്പോൾ അവന് സ്റ്റെപ്പ് അവിടെയുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി പോകാനുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും നിന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സർപ്പത്തിന് അവിടെ കൊണ്ട് കൊടുക്കണത്. എന്നാലും കാശിയുടെ മനസ്സ് ഫുള്ള് സ്റ്റെപ്പ് കയറുന്നതിലോട്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് സർപ്പത്തിൻ്റെ അവിടെ കൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനിങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, സ്റ്റെപ്പ് കയറി നമ്മൾ വീഴുമോ എന്തെങ്കിലും ചെയ്യുമോയെന്ന്. പക്ഷേ ഞാൻ ഒരു വിധത്തിൽ നോക്കിയിട്ട് അവൻ എന്നെ എടുക്കാനൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ പോയപ്പോൾ തന്നെ വാതിക്കൽ ഞാലിക്കുഞ്ഞ് നമ്മൾ വാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ നമ്മൾ വളയും അതുപോലെ തന്നെ ഗണപതിക്ക് അങ്ങനെ എല്ലാം പ്രസാദം സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇവിടെ ഫോണല്ല ഇവിടെ അല്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും തന്നെ കാശി വീണ്ടും ഓട്ടം തുടങ്ങി. അമ്പലത്തിൻ്റെ അകത്ത് എത്ര പ്രദക്ഷിണം വെച്ചെന്ന് അവന് തന്നെ അറിയത്തില്ല. കാരണം അതുമാതിരി ഓട്ടമായിരുന്നു, വിളിച്ചാലും വരത്തില്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ താണ്ടെ എവിടെ വെള്ളം കണ്ടാലും അതിൻ്റെ അകത്ത് ചാടിയുള്ള പരിപാടിയാണ് അവന്. അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങോട്ട് തൊഴാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവന് വരത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ താണ്ട് അവിടുന്ന് ആദ്യം ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം അവൻ്റെ അടുത്തോട്ടൊന്ന് ചെന്ന് എടുക്കാൻ വേണ്ടി, പക്ഷെ അവന് സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ എന്നാൽ നീ എങ്ങനെയെങ്കിലും ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ താണ്ട് നിരങ്ങി ഒരുവിധം ഇറങ്ങി വരുന്നുണ്ട്. ഇവൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇവന് മെയിൻ പരിപാടിയാണ് ഈ നിലത്തിരുന്ന് നിരങ്ങി പോകാമെന്ന് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് അമ്പലത്തിൽ അവിടെ തൊഴുതിട്ട് ലാസ്റ്റ് ഫൈനലിൽ അവിടെ എല്ലാം തൊഴുതിട്ട് ഇതാണ്ട് വന്നപ്പോഴത്തേനും ഇതാണ്ട് കാശി വീണ്ടും 100 മീറ്റർ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ തൊട്ട് അവന് ഓട്ടം ഇതുവരെ നിർത്തിയിട്ടില്ല. ഫുൾ ടൈം ഓട്ടം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിലത്തം കണ്ടിരുന്ന് നേരങ്ങ്. പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് അവന് ഞാൻ ഒരു വിധത്തിൽ വിളിച്ചാൽ അവൻ വരത്തില്ലായിരുന്നു. അവനെ കയ്യെ പോലും പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അവന് സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നു. പിന്നെ ചെളിവെള്ളത്തിലെല്ലാം ചാടി കാലയിലൊക്കെ ചെളിയായിട്ട് ഞാൻ അതാണ്ട് എടുത്തുകൊണ്ട് വരുന്ന വരവാണിത്. ഈ സ്റ്റെപ്പ് അവന് തന്നെ ചാടി ഇറങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷെ നടക്കുന്ന കാര്യമല്ല. ഒരു സ്റ്റെപ്പ് ഞാനും പതര താഴെ കുഴിയിൽ എടുത്തോണ്ട് വരും. ഞാനാണെങ്കിൽ അവനെ പിടിച്ചിട്ട് അവനാണ് നിൽക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഇവൻ എന്നും അതെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ എടുക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. അവൻ ഓട്ടമാണ്. ഒരു വിധത്തിലാണ് ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിൽക്കുന്നവരെല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണേലും